ഫെബ്രുവരിയിലെ 6 വ്യാപാര ദിവസം കൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് ഒലിച്ചുപോയ പണം എത്രയാണെന്നറിയുമോ? ഒന്നും രണ്ടുമല്ല, 26 ലക്ഷം കോടി രൂപയാണ്. ഡൽഹിയിൽ BJP ഭരണത്തിൽ വന്ന ആഘോഷവുമായിരുന്ന സമയത്ത് വിദേശ നിക്ഷേപകർ പണം ചാക്കിലാക്കി തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഏപ്രിൽ 1-ന് ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം ധനമന്ത്രി മൊത്തം കണക്കാക്കുന്ന നികുതി വരുമാനത്തെക്കാൾ കൂടുതലാണ് ആ ഒലിച്ചുപോയ തുക. 25.57 ലക്ഷം കോടി രൂപയാണ് അടുത്ത വർഷം മൊത്തം നികുതി വരുമാനമായി കിട്ടുമെന്ന് കണക്കാക്കുന്നത്. അതിലേറെ തുകയായ 26 ലക്ഷം കോടിയാണ് ഫെബ്രുവരിയിലെ വെറും 6 ദിവസം കൊണ്ട് ഓഹരി വിപണിയിൽ നിന്ന് ആവിയായത്. കാളക്കൂറ്റന്മാർ മേഞ്ഞിരുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെലിഞ്ഞ് ആടിനെ കെട്ടാവുന്ന പരുവത്തിലായി. ഓഹരി വിപണിയിലെ 1000 ഓഹരികൾക്കാണ് 30% മൂല്യം ഇടിഞ്ഞത്. 100 രൂപയ്ക്ക് വാങ്ങിയ ഓഹരിക്ക് 70 രൂപ മാത്രം വില എന്നത് ശരാശരി മാത്രമാണ്. പല ഓഹരികൾക്കും 80% വരെ മൂല്യം കുറഞ്ഞു. ഗതികെട്ടവർ 100 രൂപയ്ക്ക് വാങ്ങിയ ഓഹരിക്ക് ഇപ്പോൾ 20 രൂപയേ മൂല്യമുള്ളൂ എന്നർത്ഥം. ഓഹരിയുടെ മൂല്യം ഇടിയുക എന്നാൽ നിക്ഷേപകന്റെ പണം പോവുക എന്ന് മാത്രമല്ല അർത്ഥം. ആ കമ്പനിയുടെ വിപണി മൂല്യവും നിലംപൊത്തും. ആ മൂല്യം കാണിച്ച് എടുത്തിരുന്ന വായ്പകൾ തിരികെ അടയ്ക്കാൻ പണം കണ്ടെത്തേണ്ടി വരും. ഇതോടെ പലപ്പോഴും കമ്പനികൾ തന്നെ പൂട്ടേണ്ട സ്ഥിതി വരും. സാധാരണ സന്ദർഭങ്ങളിൽ ഓഹരി ഇടിവുണ്ടായാൽ വൈകാതെ തിരിച്ചു കയറും. നിക്ഷേപകർ ലാഭമെടുക്കാനായി വിറ്റൊഴിക്കുമ്പോഴുണ്ടാകുന്ന സാധാരണ സംഭവം മാത്രമാണ് അത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് കൂട്ടക്കുരുതിയാണ്. വിപണിയിൽ നിന്ന് എങ്ങനെയും വിറ്റൊഴിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ് വിദേശ നിക്ഷേപകർ. അങ്ങനെയാണ് 6 ദിവസം കൊണ്ട് 26 ലക്ഷം കോടി രൂപയുടെ മൂല്യം ഓഹരികൾക്ക് നഷ്ടമായത്. $1 87 രൂപ 50 പൈസയിലേക്ക് വരെയാണ് നമ്മുടെ കറൻസി ഇടിഞ്ഞു വീണത്. ശ്രീലങ്കയിലും പാകിസ്ഥാനിലും സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങും മുമ്പ് രൂപയുടെ മൂല്യം 87ന്റെ പരിസരത്തായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനി രൂപയ്ക്ക് 278ഉം ശ്രീലങ്കൻ രൂപയ്ക്ക് 298ഉമാണ് മൂല്യം. നമ്മുടെ രൂപ പിടിവിട്ട് വീഴാൻ തുടങ്ങിയതോടെ റിസർവ് ബാങ്ക് വ്യാപകമായി ഡോളർ വിറ്റൊഴിച്ചു. അങ്ങനെയാണ് കൂടുതൽ തകർച്ച ഒഴിവാക്കിയത്. പക്ഷേ 85ന് മുകളിലുള്ള ഈ നിൽപ്പ് പോലും രൂപയ്ക്ക് താങ്ങാൻ കഴിയുന്നതല്ല. $1 ഉൽപ്പന്നം വാങ്ങാൻ 7 മുതൽ 10 രൂപ വരെ കൂടുതൽ കൊടുക്കേണ്ട സ്ഥിതി. രാജ്യത്താണെങ്കിൽ കാര്യമായ ശമ്പള വർധനയോ തൊഴിൽ വളർച്ചയോ ഉണ്ടായിട്ടുമില്ല. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് സ്വർണ്ണവില. സ്വർണം പവന് 65,000-ന് അടുത്തെത്താൻ കാരണം ഓഹരിയിലെ വിറ്റൊഴിക്കലാണ്. ഓഹരിയിൽ നിന്ന് പിൻവലിക്കുന്ന തുക കൂടുതൽ സുരക്ഷിതമായ സ്വർണത്തിലേക്ക് മാറ്റുകയാണ് നിക്ഷേപകർ. സാധാരണ വലിയ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് മാത്രമാണ് ഇത് കാണുന്നത്.